അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് ഭാഗം 15, കിതാബുൽ റിഖാഖ്, ഹദീസ് നമ്പർ 61. وعن علي رضي الله عنه قال ارتحلت الدنيا مدبرة وارتحلت الآخرة مقبلة. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഇർതഹലത്തി ദുനിയാ, ദുനിയാവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുദ്ബിറത്തൻ, അത് പിന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുനിയാവ് നമ്മളെ തൊട്ട് ദൂരത്തായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം ഇവിടെ ജീവിച്ചാൽ ഒരു ദിവസം ദുനിയാവ് നമ്മളെ തൊട്ട് ദൂരത്തായി. ഒരു വർഷം ജീവിച്ചാൽ നമ്മുടെ ഈ ദുന്യാവുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലയളവിൽ നിന്ന് ഒരു വർഷം ദുന്യാവുമായി നാം അകന്നു. അതാണ് ഇത് പറയുന്നത്. വർത്തഹലത്തിൽ ആഖിറ, ആഖിറം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്ബില, മുഖ്ബിലത്തൻ, നമ്മിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുന്യാവിലൊരു വർഷം കഴിയുമ്പോൾ ഒരു വർഷം ആഖിറം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വലികുല്ലി വാഹിദിൻ മിൻഹുമ, ഈ ദുന്യാവിൽ നിന്നും ആഖിറത്തിൽ നിന്നുമുള്ള എല്ലാ ഓരോന്നിനുമുണ്ട്. ദുന്യാവിനുണ്ട്, ആഖിറത്തിനുമുണ്ട്. ബനൂന, കഴിഞ്ഞ ഭാഗത്തിലും ഇതുപോലെ ഒരു ഹദീസ് വന്നിരുന്നു. ഒരു കിതാബ് ആസ്പദമാക്കി നാം ക്ലാസ് എടുക്കുമ്പോൾ അതിൽ വന്ന എല്ലാ ഹദീസും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണിത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ടാണ് ആവർത്തനം വരുന്നത്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിന്റെ മക്കൾ നിങ്ങളാവരുത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇവിടെ നാം ചെയ്യേണ്ടത്. ആ ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലവും. അങ്ങോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തണല് കൊള്ളാൻ വന്നതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഉദാഹരണം എന്നൊക്കെ ഇതിന്റെ മുമ്പുള്ള പാഠങ്ങളിലുണ്ട്. ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ, ഇന്നത്തെ ഈ ദിവസം അമലിന്റെ ദിവസമാണ്. ഇന്ന് അമലാണ് വേണ്ടത്, ഹിസാബ് ഇല്ല. വഗദൻ, നാളെ ഹിസാബുൻ, നാളെ ഹിസാബാണുള്ളത്. വലാ അമല, അവിടെ അമലില്ല. ആഖിറത്തിൽ ചെന്നാല് ഞാനിപ്പോ നിസ്കരിക്കാന്ന് പറഞ്ഞാല് അവസരം കിട്ടൂല. റവാഹുൽ ബുഖാരി, മാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 62ാമത്തെ ഹദീസ്. وعن عمر رضي الله عنه أن النبي صلى الله عليه وسلم خطب يوما. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖതബ യൗമൻ, ഒരു ദിവസം ഒരു പ്രസംഗം നടത്തി. പ്രസംഗിച്ചു, ഖുതുബോദി എന്നൊക്കെ പറയാം. ഫഖാല ഫീ ഖുതുബത്തിഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ദുനിയ അർദുൻ ഹാദിറുൻ, അലാ അറിയുക, ഇന്ന ദുനിയ, തീർച്ചയായും ദുനിയാവ്, അർദുൻ ഹാദിറുൻ, ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ധനമാണ്, സമ്പത്താണ്. അർദ് ഐ മാലു, ഹാദിറു ഐ ആജിലു. യഅകുലു മിന്നുൽ ബർറു വൽ ഫാജിറു, ഈ ദുനിയാവ് എന്ന മുതലിൽ നിന്ന് നല്ലവനും തമ്മാടിയും ഭക്ഷിക്കും. യഅകുലു മിന്നു, അതിൽ നിന്ന് ഭക്ഷിക്കും. അൽ ബർറു, നല്ല ആളുകൾ, മുഅ്മിനീങ്ങൾ.
വൽ ഫാജിർ മുഅ്മിനല്ലാത്തവർ. അലാ അറിയുക വഇന്നൽ ആഖിറത അജലുൻ സാദിഖുൻ. ആഖിറം എന്ന് പറയുന്നത് അജലുൻ സാദിഖുൻ, സത്യമായും അവധി നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. ഒരു ഇന്ന ഡേറ്റിൽ എന്നൊരു ഡേറ്റ് ഉണ്ട്. മലിക്കുൻ ഖാദിറുൻ, സർവശക്തനായ ഒരു രാജാവാണ് അവിടെ വിധി പറയുന്നത്. അലാ അറിയുക വഇന്നൽ ഖൈറ, തീർച്ചയായും ഖൈർ കുല്ലഹു, എല്ലാ ഖൈറും ബിഅദാഫിരിഹി, അത് മുഴുവനും ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. നന്മകളൊക്കെ സ്വർഗത്തിലാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അലാ അറിയുക വഇന്ന ശർറ, തീർച്ചയായും ശർറ് കുല്ലഹു, മുഴുവൻ ശർറുകളും ബിഅദാഫിരിഹി, അതൊട്ടാകെയും പിന്നാർ, അത് നരകത്തിലാണ്. തിന്മ നരകത്തിലേക്കാണ് എത്തിക്കുക. അലാ അറിയുക ഫഅമലൂ, നിങ്ങൾ അമൽ ചെയ്യുക. വഅൻതും, ഏത് സ്തുതിയിൽ നിങ്ങൾ മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള, അലാ ഹദരിൻ, ഒരു ഖൗഫോട് കൂടെ നിങ്ങൾ അമൽ ചെയ്യുക. വഅലമു, നിങ്ങൾ അറിയുക, അന്നകും മഅറൂദൂന അലാ അഅമാലിക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. വഅലമു, നിങ്ങൾ അറിയുക, അന്നകും, തീർച്ചയായും നിങ്ങൾ, മഅറൂദൂന, നിങ്ങളെ വെളിവാക്കപ്പെടും, അലാ അഅമാലിക്കും, നിങ്ങളുടെ അമലിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ അമല് നിങ്ങൾക്ക് കാണിച്ചു തരും, ഇതൊക്കെ നീ ചെയ്തതല്ലേ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, അപ്പോൾ ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഖൈറൻ, ഖൈറിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, യറഹു, അതിനെ അവനപ്പൊ കാണാൻ പറ്റും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറ, ഒരണുമണി തൂക്കം ശർറ്, തിന്മ വല്ലവനും ചെയ്തിട്ടുണ്ടെങ്കിൽ, യറഹു, അതിനെയും കാണാം. ഹദീസിലുള്ള കേട്ടാ, ഞാനിത് പറഞ്ഞടിയിൽ ആയത്തോതിയല്ല. ഷാഫി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 63-ാമത്തെ ഹദീസ്. وعن سداد رضي الله عنه قال سمعت صلى الله عليه وسلم يقول, സദ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, ഇന്ന ദുനിയ അർളുൻ ഹാദിറുൻ, തീർച്ചയായും ദുനിയാവ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു സ്വത്താണ്. യഅ്കുലു മിന്നൽ ബർറു വൽ ഫാജിർ, അതിൽ നിന്ന് നല്ലവനും ചീത്തയായവനും ഭക്ഷിക്കും. വഇന്നൽ ആഖിറത വഅദുൻ സാദിഖുൻ, ആഖിറം എന്നത് സത്യമായൊരു വാഗ്ദാനമാണ്. യഹ്കുമു ഫിഹാ മലികുൻ ആദിലുൻ ഖാദിറുൻ, നീതിമാനും സർവശക്തനുമായ രാജാവാണ് അവിടെ വിധി പറയുന്നത്. യുഹിഖു ഫിഹൽ ഹഖ, അവിടെ ഹഖിനെ ഹഖായി വിധിക്കും. വയുബ്തിലുൽ ബാത്തില, ബാത്തിലിനെ ബാത്തിലായി തന്നെ വിധിക്കുന്ന സ്ഥലമാണ് അവിടെ. കൂനൂ മിൻ അബ്നാഇൽ ആഖിറ, അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളിൽ പെടുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിന്റെ മക്കളിൽ നിങ്ങൾ പെട്ടു പോവരുത്. ഫഇന്ന കുല്ല ഉമ്മിൻ യത്ബഉഹാ വലദുഹാ, കാരണം എല്ലാ മാതാവും ആ മാതാവിനോടാണ് മക്കൾ പിന്തുടരുക. അതുകൊണ്ട് ദുന്യാവിന്റെ മക്കളായ ദുന്യാവിനോട് നിങ്ങൾ പിന്തുടരും എന്നാണ് ഹദീസിൽ പറയുന്നത്. 64-ാമത്തെ ഹദീസ്. വഅൻ അബീ ദർദാഇ റളിയല്ലാഹു അൻഹു, അബൂ ദർദാഇ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തലഅത്തിശ് ശംസു, സൂര്യൻ ഉദിക്കുകയില്ല, ഇല്ലാ വബിജംബതൈഹാ മലക്കാനി, ആ സൂര്യന്റെ രണ്ട് ഭാഗത്തും ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് രണ്ട് മലക്കുകൾ ഉണ്ടായിരിക്കും. യുനാദിയാനി, ആ രണ്ട് മലക്കുകളും ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ്. ആ വിളിച്ചു പറയുന്നതിനെ ഫയസ്മഅനിൽ ഖലായിഖു,
എല്ലാ സൃഷ്ടികളും കേൾക്കുന്നതാണ്. വൈറസകലൈൻ, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ആളുകൾക്കും കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിൽ ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ രണ്ട് ഭാഗത്തും രണ്ട് മലക്കുകൾ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്ത്? അയ്യുഹന്നാസ്, മനുഷ്യരെ, ഹലുമ്മൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് വരിക. മാ കല്ല വകഫ, കുറഞ്ഞതും മതിയായതും, ഖൈറും മിമ്മാ കസുറ വ അൽഹ, അധികരിച്ചതിനേക്കാളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ തടയുന്ന ജോലിയാക്കുന്നതിനേക്കാളും ഖൈറ് കുറഞ്ഞതും മതിയായതുമാണ്. ഒരു ജീവിതത്തിന് ആവശ്യമായത് ഒരാൾക്ക്, അവന്റെ കുടുംബത്തിന്. അതാണ് കഫ. മാക്കല്ല, കുറഞ്ഞത്. അതാണ് ഖൈറ്. മിമ്മാ കസുറ, ജീവിതാവശ്യവും കഴിച്ച് വളരെ അധികം ബാക്കി വരുന്നതിനേക്കാൾ, അൽഹ, അള്ളാഹുവിന്റെ ഇബാദത്തിനെ തൊട്ട് അവനെ ജോലിയാക്കുന്ന രീതിയിലുള്ള സമ്പത്തിനേക്കാൾ നല്ലത് കുറഞ്ഞതും മതിയായതുമാണ് എന്ന് ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. ഈ ഹദീസ് അബൂ നുഐം എന്നവരുടെ ഹില്യത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊണ്ട്, ഹദീസുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർ, അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. അവരോടൊക്കെ ഒപ്പം പ്രത്യേകിച്ച് ഈ ഹദീസിന്റെ കിതാബായ മിഷ്കാത്തിന്റെ മുസന്നിഫ് അടക്കം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം, ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബത്ത്, താബിഈകൾ അടക്കം അവരോടൊക്കെ ഒപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.